വല്ലഭന് പുല്ലും ആയതെന്ന് പറഞ്ഞ പോലെ അവിടുത്തെ കാര്യങ്ങൾ. അത്താഴത്തിന് ഇന്ന് ഒഴിച്ചു കൂട്ടാൻ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ തലേന്ന് കുക്ക് കുറച്ച് ചക്ക അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം കുറച്ച് വറുത്ത് ചൂടോടൊക്കെ അങ്ങോട്ട് കഴിച്ചു. ഇത് മഴ പെയ്ത് വെള്ളം കയറിയത് കൊണ്ട് അത്ര ക്രിസ്പി ആയിട്ടൊന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ ബാക്കി ഞാൻ ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. അതെടുത്ത് ഇത്തിരി ഉപ്പൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ചേക്കുവാട്ടോ. വലിയ പ്രത്യേകതകളൊന്നുമില്ല. തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയും കൂടെയാണ് അരച്ചെടുക്കുന്നത്. നല്ലവണ്ണം അരച്ചെടുക്കണേ. ചക്ക ഒരിത്തിരി വെന്ത് വരുമ്പോഴത്തേക്ക് തവി കൊണ്ട് ഞാനതൊന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വെന്തിട്ട് വാങ്ങി വെച്ച് തണുത്ത് മിക്സിക്കകത്തൊക്കെ അരച്ചൊക്കെ എടുക്കാം. പക്ഷെ അത്രയും അരഞ്ഞ് കിട്ടുന്നത് എനിക്കിഷ്ടമല്ല. ഇച്ചിരി കഷ്ണമായിട്ടൊക്കെ കിടക്കണമെന്നുള്ളത് കൊണ്ടാണ് തവി കൊണ്ട് തന്നെ അങ്ങനെ ഉടച്ചെടുത്തത്. എന്നിട്ട് അരപ്പൊക്കെ ചേർത്ത് ഉപ്പൊക്കെ നോക്കി വേണമെന്നുണ്ടെങ്കിൽ ചാറൊക്കെ ആക്കി അങ്ങനെ അങ്ങ് തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് നമ്മൾ കടുക് താളിച്ച് അതിനകത്തോട്ട് ചേർക്കണം. ഇത്രയേ ഉള്ളൂ എൻ്റെ ചക്ക കൂട്ടാൻ. പിന്നെ എൻ്റെ വിദഗ്ധമായ അഭിപ്രായത്തിൽ ഒരു കാര്യമുണ്ട്, ഇതിന് വരിക്കച്ചക്കയാണ് നല്ലത് കേട്ടോ. കൂഴച്ചക്കയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ റബ്ബർ ബാൻഡ് പോലെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കേണ്ടി വരും. ഇമ്മിണി ചക്കയൊക്കെ എവിടുന്നെങ്കിലും ഒക്കെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ഒരു എളുപ്പക്കറിയൊക്കെ വെച്ച് നോക്കാം. കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങ് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. ഇതിൻ്റെ പല വെറൈറ്റികളും പലയിടത്തും ഉണ്ടാവും. എന്തായാലും ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കൂട്ടത്തിൽ ഇമ്മിണി നെത്തോലി തോരനോടി വെച്ചപ്പം സൂപ്പറായിരുന്നേ.